ഇത്തരം അവസരങ്ങളിൽ എങ്ങനെ നാവ് കൊണ്ട് കളരി അഭ്യസിക്കുക എന്നുള്ളൊരു വിദ്യയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രീജയ്ക്ക് ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രിമാരെ എടുക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. മന്ത്രിമാർ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന ആക്ഷേപത്തിനുള്ള മറുപടി. അതായത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഇപ്പോൾ അങ്ങയുടെ ഒരു ഓറലിയുള്ള അറിവ് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ സംബന്ധിച്ചുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന നേരിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങയുടെ ചോദ്യത്തെ പ്രധാനപ്പെട്ട വസ്തുതയെ സ്വീകരിച്ചാൽ പറയാൻ കഴിയുക, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ മനസ്സിലാക്കുന്നു മകളുടെ കൂടെ സഹവസിച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതുമായിട്ട് വന്ന തലയോലപ്പറമ്പ് സ്വദേശിനി കൂടിയായിട്ടുള്ള ശ്രീമതി ബിന്ദു, അവരുടെ മരണം എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടും കേരളത്തിലെമ്പാടുള്ള മലയാളികളുടെ ഹൃദയത്തെ പിടിച്ച് വലിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അടുത്ത ആശങ്കയും അനുശോചനവും ഒക്കെ അറിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു തുടക്കഘട്ടത്തിൽ ഞാൻ മറ്റ് രാഷ്ട്രീയമായ മറ്റ് വിശദാംശങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി, നമ്മളെല്ലാവരും നിർബന്ധമായി ഒഴിവാക്കപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സംഭവവികാസം, ഒരു ദുരന്തം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പാടെ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ വസ്തുതകൾ ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിന്റെ ആ ഉത്തരവാദിത്തം കേരളത്തിലെ മന്ത്രിസഭയ്ക്കാണ്, അല്ലെങ്കിൽ മന്ത്രിമാർക്കാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതലക്കാരിയായിട്ടുള്ള ശ്രീ വീണ ജോർജിനാണ്. അതുകൊണ്ട് എത്രയും വേഗം അവർ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ പ്രതിപക്ഷത്തെ പേര് വിമർശിക്കുകയല്ല, ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ കാര്യങ്ങളുടെ വസ്തുതകൾ സൂക്ഷ്മതയിൽ അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതുതന്നെ തങ്ങൾക്കൊരു ലാക്ക്, ഇതുതന്നെ ഒരു അവസരം, ഇപ്പോൾ തന്നെ അതുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു അവസരമായി ഇതിനെ അങ്ങ് ആഘോഷിച്ച് കളയാം എന്നൊരു മനസ്സ് അങ്ങ് സൂചിപ്പിച്ച ഇത്തരം പ്രസ്താവന നടത്തി ആളുകളെ നയിക്കുന്നുണ്ടോ എന്ന ഭയം മലയാളികളെ ആകെ ഭരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒറ്റപ്പെട്ട ഭയം അല്ലതാണ്. കാരണം മറ്റ് അവസരങ്ങളാകും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു, ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിലായിരുന്നല്ലോ, അത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മറച്ചുകൊണ്ട് പോയി എന്ന നട്ടാർക്കുവെക്കാത്ത പച്ച നുണ, യാതൊരു ഉത്തരവാദിത്തമില്ലാതെ വിളിച്ചു പറഞ്ഞത് അങ്ങ് സൂചിപ്പിച്ച ആളുകളുടെ സഹപ്രവർത്തകരാണ്. അതിന് മാധ്യമ ഭാഷ്യം നൽകിയ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ ഇവിടെ പോയി അപ്പോൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യരംഗം അഭിമാനകരമായ മുന്നേറ്റങ്ങൾ നടന്നു പോവുകയാണ്. ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവവികാസത്തെ നമ്മളെല്ലാവരും ആശങ്കയോടുകൂടെ ഒരു അപകടമുണ്ടായി, മനുഷ്യ സാന്നിധ്യമുള്ള പ്രദേശത്ത് ഒരു അപകടമുണ്ടായാൽ സാധാരണഗതിയിൽ അടിസ്ഥാനപരമായ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് പോലും ആ അടിഞ്ഞ ഘട്ടത്തിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് സാധാരണഗതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പോലും നൽകുക. അതുപോലും ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല, വേസ്റ്റ് കൊണ്ട് ഇട്ടിരുന്നതാണ് എന്ന പ്രസ്താവന ഈ മന്ത്രിമാർ നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതാണ് നിരുത്തരവാദപരമായ സമീപനമെന്ന വിമർശനം ഉയർന്നത്. ഈ ചോദ്യത്തിൽ പെട്ടുപോകും നോക്കാമേ. അതായത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ഈ ചോദ്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു അല്പമണിക്കൂറുകളായി അങ്ങയുടെ ഉൾപ്പെടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ട ഒരു പ്രതികരണമുണ്ട്. ഞാൻ ഇവരുടെ എല്ലാ പ്രതികരണങ്ങളും ഒരേപോലെ തത്സമയം കാണാൻ അവസരം ലഭിച്ച ഒരാളല്ല. ഞാൻ കണ്ട പ്രതികരണം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ PCR ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രൊഡ്യൂസർ സംഘടന ഞാൻ നൽകിയിട്ടുണ്ട്. സൗകര്യപ്പെടുമ്പോൾ അതൊന്ന് കേൾപ്പിക്കണം. കാരണം ആ പ്രതികരണത്തിൽ രണ്ടും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നത് എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് കോൺഗ്രസ് പ്രതിനിധികളുടെ ഒരു പ്രധാനപ്പെട്ട വാദമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, ദുരന്തമുണ്ടായി 11 മണി കഴിഞ്ഞ് 10 മിനിറ്റിൽ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സ്ഥലം MLA കൂടിയായിട്ടുള്ള ഉപമന്ത്രി സഹകരണ ഉപമന്ത്രി സഹ VN വാസവനൊക്കെ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ കണ്ട ദൃശ്യത്തിൽ അവർ നൽകിയിട്ടുള്ള പ്രതികരണം, നിലവിൽ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബിൽഡിംഗാണ്. ആ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബിൽഡിംഗിൽ ഒരു ബാലന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് അതീവ ഗുരുതര സ്വഭാവമുള്ളതല്ല. പക്ഷേ JCBയുടെയും ഹിറ്റാച്ചിയുടെയും സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പരിശോധിച്ച് നോക്കാം. ഈ കാര്യത്തിൽ ഇവരുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി അസാധാരണമായ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ? അത് പരിശോധനയ്ക്ക് ശേഷം പറയാം. രണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പറയുന്ന ഒരു വാർത്ത ശകലമാണ് ഞാൻ അങ്ങയുടെ പ്രൊഡ്യൂസർ സംഘത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾക്കും അങ്ങയുടെ ഇപ്പോഴത്തെ ചോദ്യത്തിനും ഘടകവിരുദ്ധമായിരിക്കും. ആ വീഡിയോ ദൃശ്യം വന്നതുകൊണ്ട് അത് അങ്ങയുടെ ചാനൽ മന്ത്രിമാർ എത്തിയതും അതിനുശേഷം ഉണ്ടായ പ്രതികരണമൊക്കെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് വാസവൻ മന്ത്രി പറഞ്ഞത്. ആരോഗ്യമന്ത്രി പറഞ്ഞത് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത കെട്ടിടമായതുകൊണ്ട് വലിയ ദുരന്തമൊഴിവായി. ഇത്തരം പ്രസ്താവനകൾ ഭരണ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നുണ്ടാകുമ്പോൾ എന്ത് തരത്തിലുള്ള ദുരന്ത നിവാരണമാണ് നടക്കുക? ശ്രീ ജെയ്സി തോമസ് മനസ്സിലാക്കേണ്ടത് 10:30 അപകടം നടന്നു, 12:30 പൂർണ്ണ തോതിലുള്ള ദുരന്ത നിവാരണം നടക്കുന്നത്. ഒരു ആശുപത്രിയിലാണ് നോക്കണം. ഒരു ആശുപത്രിക്കുള്ളിലാണ് പ്രാണം കിട്ടാത്ത ഒരു സ്ത്രീ 2.5 മണിക്കൂർ പിടഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഒറ്റ വാചകത്തിൽ മറുപടി പറയുക സത്യമാണ്. കാരണം അങ്ങേക്ക് അപരിചിതത്വമുള്ള സ്ഥലമല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ്, എനിക്ക് നിർബന്ധമായി അറിയാം. അപ്പോൾ അങ്ങേക്കും എനിക്കുമൊക്കെ തീരെ അപരിചിതത്വമില്ലാത്ത ഒരു സ്ഥലമെന്നറിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ഏറ്റവും പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ നേരിട്ട് JCBക്ക് പ്രവേശിക്കാൻ കഴിയുമോ? നേരിട്ട് ഹിറ്റാച്ചിക്ക് പ്രവേശിക്കാൻ കഴിയുമോ? കോൺഗ്രസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പദ്ധതിയോടല്ല, അങ്ങ് ആപ്പുകരയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിത്യേന സന്ദർശനം വല്ലപ്പോഴെങ്കിലും നടത്തേണ്ട പറഞ്ഞിട്ടുള്ള ഏത് കോൺഗ്രസ് നേതാവോട് ചോദിക്കുക. നേരിട്ട് ഇപ്പോഴത്തെ മറ്റേതെങ്കിലും ഒരു ബിൽഡിംഗിൽ പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ ഹിറ്റാച്ചിക്കും JCBക്കും വന്നുടനെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന കെട്ടിടമാണോ ഏതാണ്ട് 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ 2013 ആണ്ടിൽ പൂർണ്ണമായും ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ ബിൽഡിംഗിന്റെ സ്വഭാവം അതാണോ? അതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പല ലോക്കുകളും പല വാതിലുകളും തകർത്തതിന് ശേഷം മാത്രമായിരുന്നു നടുത്തള പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് ഹിറ്റാച്ചിക്കും JCBക്കും പോലെയുള്ള യന്ത്രങ്ങൾക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷമാണ് അങ്ങ് സൂചിപ്പിച്ച പൂർണ്ണതോതിലുള്ള രക്ഷാപ്രവർത്തനം അങ്ങ് സൂചിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് താങ്കൾ ഈ പറയുന്നത് ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം ഇത്രയും പ്രധാനപ്പെട്ട രാജകാര്യത്തിന്റെ ഭാഗമായി അവിടെ എങ്ങനെ നിലകൊണ്ടു? വർഷം ഈ ചോദ്യത്തിൽ ഞാനാണെങ്കിൽ പെട്ടുപോകും കേട്ടോ, പുള്ളിക്കാരൻ പെട്ടുപോകും നോക്കാം. അതിൽ അങ്ങ് തന്നെ പരിശോധിച്ച് 2012-13 കാലയളവിൽ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അത്തരം ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2012-13 കാലയളവിൽ അതിവേഗ ബഹുദൂര പദ്ധതികളുടെ കാലമായിരുന്നല്ലോ. അസാധാരണമായ മുന്നേറ്റം ഉണ്ടായിരുന്ന കോൺഗ്രസും UDFും ഏത് കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായി തുടക്കപ്പെടുകയും അവസാനിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളാകുന്ന നമുക്ക് അവകാശപ്പെട്ട കാലമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്ന് വൈദ്യമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം അടങ്ങുന്ന സംഘം കത്ത് നൽകിയിട്ട് എന്ത് സത്വ നടപടി ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്? 2016 ശേഷം ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ആരോഗ്യമന്ത്രിയും മറ്റ് സംഘാടകരും വൈദ്യമുള്ളവരും ഒക്കെ അങ്ങയോട് വിശദീകരിച്ച പുതിയ ബ്ലോക്കിനെ സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടതും അതിപ്പോൾ ഏതാണ്ട് 99% പൂർത്തീകരിച്ച് വരുന്ന മാസം 30 ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നതും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്? അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ മുൻനിർത്തി കുറ്റവിചാരണ നടത്താനാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യമെങ്കിൽ പല കാര്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയേണ്ടതായിട്ട് വരും. ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്നതാണ്. തോക്കില്ല മോനെ തോക്കില്ല, കണ്ടാ അതിനുകൊണ്ട് ഉത്തരം പൊളിച്ച്.